ായിരിക്കും ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 6 and 7. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ തന്നെ. പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നാം അവസാനത്തോളം മുറുകെ പിടിക്കുമെങ്കിൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, അത്രയുമാണ് വാക്യം തുടങ്ങുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ ഉണ്ട്, ഞാൻ ഇംഗ്ലീഷിലും കൂടെ അത് വായിക്കാം. ബട്ട് ക്രൈസ്റ്റ് ആസ് എ സൺ ഓവർ ഹിസ് ഹൗസ്, whose house are we, if we hold fast our boldness and the glorying of our hope firm unto the end. Wherefore, even as the Holy Spirit says, today if you shall hear his voice, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നമ്മുടെ ഇംഗ്ലീഷിലെ 7-ാം വാക്യത്തിലുണ്ട്, അതുകൂടെ വായിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 6-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നു പഠിച്ചത് എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ലേഖനകർത്താവ് അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു താരതമ്യം ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആ താരതമ്യത്തിൽ നമ്മൾ കണ്ടത് മോശയെയും യേശു കർത്താവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി. എല്ലാവരും ആ ഭാഗം ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ കമ്പാരിസണും അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തതയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയും യേശുവും തമ്മിലുള്ള കമ്പാരിസൺ കൊണ്ടൊരു കാര്യങ്ങൾ, വിശ്വസ്തന എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പിന്നീട് കണ്ടത് അവർ തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്, 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കമ്പാരിസൺ പറഞ്ഞു തുടങ്ങി, എല്ലാം ഏകദേശമൊക്കെ ഒരുപോലാന്ന് പറഞ്ഞു തുടങ്ങി, പതുക്കെ അതിൻ്റെ വ്യത്യാസം പറഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് 6-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗമാണ്. 6-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ തന്നെ. താൻ അവസാനം കൊണ്ടുവന്ന് നിർത്തിയത് ഭൃത്യനായ മോശയും പുത്രനായ ക്രിസ്തുവും. അതാണ് നമ്മൾ അവസാന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഇവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആരെയാണെന്നുള്ള ചോദ്യമായിരുന്നു അവിടെ കണ്ടത്. 3-ാം വാക്യത്തിൻ്റെ 3-ന്റെ 1 വായിച്ചത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അവരുടെ ശ്രദ്ധ അതേപോലെ തന്നെയുള്ള ദൈവത്താൽ അയക്കപ്പെട്ട മധ്യസ്ഥനായ മോശയിലേക്ക് നോക്കിയപ്പോൾ മോശയിൽ നിന്ന് വ്യത്യസ്തനായ ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് മോശ ഭൃത്യനും അവൻ്റെ ഭവനത്തിലെ ഭൃത്യൻ മാത്രമാണെന്നും, എന്നാൽ യേശു ദൈവപുത്രൻ, ദൈവമായിട്ട് ആ ഭവനത്തിൻ്റെ അധികാരിയാണെന്ന് നമ്മൾ കണ്ടു. അവസാനം നമുക്കുള്ളൊരു ഉപദേശം ആണ് നമ്മൾ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് വായിച്ചത്. അവരോട് ഈ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, ഡോണ്ട് ഗോ ബാക്ക് ടു മോസസ്. മോശയിലേക്ക് തിരിഞ്ഞു പോകരുത്. നമുക്കറിയാം അതിൻ്റെ സാഹചര്യം ആദ്യത്തെ ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ പഠിച്ചതാണ്. കാര്യം മോശയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാഹചര്യം അവർ കഠിനമായ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്, യേശു കർത്താവ് അവൻ ദൈവമായിരുന്നു, മനുഷ്യനായി തീർന്നു, മാത്രമല്ല അവൻ ഭവനത്തിൻ്റെ അധികാരിയായ പുത്രനാണ്, അവൻ നമുക്ക് മഹാപുരോഹിതനാണ്, നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെപ്പോലെ ജഡശരീരം എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് അവരോട് പറയാണ്, ഈ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക, മോശയിലേക്ക് നിങ്ങൾ തിരിയരുത് എന്ന് പറഞ്ഞ് ആ വാക്യത്തിന് എവിടെ കൊണ്ടുവരിക. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ആൾക്കാർ തിരഞ്ഞെടുക്കുവാൻ വളരെ ആഗ്രഹമുള്ളവരാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഇമിഗ്രേഷൻ്റെ ഒരു വലിയ കാലമായിരുന്നല്ലോ. ന്യൂസിലാൻഡ് വേണോ, ഓസ്ട്രേലിയ വേണോ, കാനഡ വേണോ, USA വേണോ, ഇങ്ങനെ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന സമയമായിരുന്നു. ചിലയിടത്ത് നോക്കുമ്പോൾ രണ്ടുമൊക്കെ ഒരുപോലെ ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ ചിലയിടത്ത് ഇച്ചിരി മെച്ചം കാണും, അവസാനം ചിലയിടത്ത് ഏറ്റവും കൂടിയ മെച്ചം കാണുന്ന സ്ഥലമായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ മോശയും യേശുവിനെ താരതമ്യപ്പെടുത്തിയിട്ട് ഇവിടെ മെച്ചമായതെന്നുള്ളതല്ല,
മോശയെ പോലും സൃഷ്ടിച്ച സൃഷ്ടിതാവായ യേശു കർത്താവിലേക്ക് നോക്കുവാൻ എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. നമുക്കറിയാം, ഈ ഓരോ വേദഭാഗങ്ങളും എഴുതുമ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കുന്ന കാര്യം, അതിനകത്ത് ഒരു എക്സോട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രബോധനം ലേഖനകർത്താവ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, 1-ാം അധ്യായം അവസാനിച്ചപ്പോൾ അവർക്ക് കൊടുത്ത പ്രബോധനം എന്ന് പറയുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നുള്ളൊരു പ്രബോധനം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. 1-ാം അധ്യായം മുഴുവൻ വിവരിച്ചത് യേശു കർത്താവ് പുത്രനായവൻ, ആ ഏകജാതനായവൻ ആദ്യജാതനായി, അവൻ സാക്ഷാൽ ദൈവമാണ് എന്നുള്ള അവസ്ഥയെ കൊണ്ടുവന്നിട്ട് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുകയാണ്, അതുകൊണ്ട് നാം ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുപോലെ 2-ാം അധ്യായം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട എക്സോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. ഇതായി വായിച്ചത്, അതുകൊണ്ട് സഹോദരന്മാരെ, അവിടെ 2-ാം അധ്യായത്തിൻ്റെ മുഴുവൻ ഭാഗത്തും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ജഡരക്തങ്ങളോട് കൂടിയവനായി, നമ്മളെപ്പോലെ വിശ്വസ്ത മഹാപുരോഹിതനായി, എന്നിട്ട് പറയുക അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ലുക്ക് അൺ ടു ജീസസ്. യേശുവിനെ ഫേമായിട്ട് യേശുവിങ്കിലേക്ക് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു പ്രബോധനം കൊടുക്കുകയാണ്. അതായത് നമ്മളിവിടെ വായിച്ചത് ഇവരുടെ സംശയത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് മോശയിലേക്കല്ല നോക്കേണ്ടത്, യേശുവിങ്കിലേക്കാണ്. മോശ ഭൃത്യനാണ്, യേശു പുത്രനാണ്, യേശുവിൻ്റെ ഭവനം, അത് പറഞ്ഞിട്ട് നമുക്കൊരു പ്രബോധനം നൽകുന്നതാണ് അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ഞാൻ അവിടെ ആ 2-ാം ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു പോയിരുന്നു. എന്നാൽ അതിൻ്റെ ഭാഗം ഒന്നുകൂടെ വായിക്കാം. 6-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത്, പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നാം അവസാനത്തോളം മുറുകെ പിടിക്കുമെങ്കിൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് അവർ ബോൾഡ്നെസ് ആൻഡ് ദ ഗ്ലോറിങ് ഓഫ് അവർ ഹോപ്പ് ഫെയിം അൺ ടു ദ എൻഡ്. എൻ്റെ അർത്ഥം എന്തോ, നാം അങ്ങനെയാണെങ്കിൽ വി ആർ ഹിസ് ഹൗസ്, അവൻ്റെ ഭവനം നമ്മളായിത്തീരും എന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു, അവസാനത്തോളം നമുക്ക് ലഭിച്ചത് പ്രിസർവ് അൺ ടു ദ എൻഡ്, അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ച് ക്രിസ്ത്യ ജീവിതം നയിക്കണം. നാം അവസാനത്തോളം മുറുകെ പിടിച്ച് നയിക്കണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് അൺ ടു ജീസസ്. യേശുവിങ്കിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനർത്ഥം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ യേശുവിനേക്കുള്ള നോട്ടം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിങ്കിലേക്കുള്ള നോട്ടം നമ്മൾ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ യാത്ര പരാജയപ്പെട്ടു പോകും. നമുക്കറിയാം, ഈ ചിലപ്പം ചില കാര്യത്തിൽ ഈ ക്രിസ്ത്യജീവിതം നയിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകാം. ഇവര് പ്രതിസന്ധി വന്നപ്പോൾ ഇവർ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അവരോട് വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ കർത്താവിലേക്ക് നോക്കണം. അല്ലെങ്കിൽ കർത്താവിലേക്ക് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തോളം മുറുകെ പിടിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പറയത്തില്ലേ, അച്ഛാ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയിട്ട് വേണ്ടേ ഒന്ന് നിൽക്കാൻ എന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇവിടെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ജനത്തോട് എബ്രായ വിശ്വാസികൾ പറയുക, നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഒരു പിടിവള്ളിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വായിച്ചതുപോലെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് നമ്മൾ മുറുകെ പിടിക്കേണ്ട പിടിവള്ളി എന്താന്നാ പറയുന്നത്? നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത് പ്രത്യാശയുടെ ധൈര്യം. എന്താണ് അവർക്ക് മുറുകെ പിടിക്കാനുള്ളത്? അവർക്കൊരു ഹോപ്പുണ്ട്. ആ ഹോപ്പിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ലീവ് അൺ ടു ദ എൻഡ്, അവസാനത്തോളം ജീവിക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കാം, നമുക്ക് ലോകപരമായിട്ടറിയാം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. എന്ത് ചൂടോ അവനെടുക്കും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ, ഇല്ലേ? ചിലപ്പോൾ അറിയാം, നമുക്ക് ചില കാര്യങ്ങളിൽ ചില പ്രതിസന്ധികളിലൊക്കെ ആവപ്പെട്ടാൽ, ഇപ്പം ഗൾഫിലാണെങ്കിൽ ഇവിടെ തന്നെ
അവനിവിടെ നിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു. അവനെ കൊണ്ട് ഒരു വിധത്തിലും ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛാ, എൻ്റെ എല്ലാ ഹോപ്പും പോയെന്ന് പറയും ചില ആൾക്കാരല്ലേ. എൻ്റെ എല്ലാ ഹോപ്പും പോയി. എന്നാൽ എല്ലാ ഹോപ്പും പോയെന്ന് പറയുന്നത് പോലെ വിശ്വാസികള്, എബ്രായ വിശ്വാസികൾ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് ഹോപ്പിന് വകയില്ല. കാര്യം എല്ലാവരും ത്യജിക്കപ്പെട്ടു. ഞാൻ ആദ്യമേ പറഞ്ഞ അതിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിൽ ഇരുന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ. അവരുടെ കൂട്ടു സഹോദരന്മാരാലുള്ള പ്രശ്നം, സമ്പത്ത് അപഹരിക്കപ്പെട്ടു, അവർ കാരാഗ്രഹത്തിലായി. നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ജനതയോടാണ് ഈ ലേഖനകർത്താവ് ഈ വിഷയങ്ങൾ പറയുന്നത്. നമ്മൾ ശരിക്കും അവരുടെ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസിയെ കാണുന്നുണ്ടേ ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഓ, ഇനി എന്താ പറയാനാ അച്ഛാ, എല്ലാ പ്രതീക്ഷയും പോയി കേട്ടോ. ചില ആൾക്കാർ പരീക്ഷയൊക്കെ എഴുതിയിട്ട് വരുമ്പോൾ, ഓ അച്ഛാ, ഒരു ഹോപ്പും ഇല്ല, കിട്ടുമോ എന്ന്, പരീക്ഷ പാസ്സാകുമോ എന്ന് പറഞ്ഞ പോലെ ഈ എബ്രായ വിശ്വാസികൾക്കൊരു ഹോപ്പുമില്ല. കാര്യം ആ ഹോപ്പില്ലാത്തവരോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, മഹാപുരോഹിതനും അപ്പോസ്തലനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ അവസാനത്തോളം നിങ്ങൾ മുറുകെ പിടിക്കണം. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന, ഇനി വഴിയിൽ അടഞ്ഞുപോയെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കുള്ള വഴിയെന്ന് പറയുന്നത് നമ്മളെപ്പോലെ മനുഷ്യത്വമെടുത്ത, നമ്മളെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട, നമ്മളെപ്പോലെ ജഡരക്തങ്ങൾ എടുത്ത, നമ്മൾ അതിനു മുമ്പിലത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ വായിച്ചതാ, നമുക്ക് വേണ്ടി മരണമാസ്വദിച്ച നല്ല ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊരു വാക്യം വായിക്കുന്നുണ്ട്, 16-ാം വാക്യത്തിൽ, 2:16-18-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ കഷ്ടം ഇരിച്ചിരിക്കയാൽ, അതിൻ്റെ വാക്യം ഇങ്ങനെയാണ്, അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാനം തൊട്ട് ഇങ്ങനെ ഞാൻ വായിക്കാം. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതായത് പരീക്ഷയിൽ, പ്രതിസന്ധിയിൽ, കഷ്ടതയിൽ കഴിയുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാ. അവനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു ഹോപ്പിനുള്ള, ഒരു പ്രത്യാശയ്ക്കുള്ള വകയുണ്ടെന്നാണ് ലേഖനകർത്താവ് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ പറയാം, ചിലപ്പം ഞാൻ കേട്ടുകൊണ്ട്, ചിലപ്പം ഈ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞങ്ങളുടെ അങ്കിൾ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അന്നേരം ഒരു പഴയ ഒരു ജീപ്പ് എടുത്തിട്ട് ഇങ്ങനെ വണ്ടി എല്ലാവരും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതൊരു പണ്ടത്തെ കാലത്ത് ഒരു കച്ചറ വണ്ടി എന്ന് പറയാം. അതേ കയറ്റി എല്ലാവരും ഡ്രൈവിംഗ് പഠിപ്പിക്കും. ചില സമയത്ത് അതിൻ്റെ നട്ടൊക്കെ ഊരിയിരിക്കും. ചിലപ്പോൾ നമ്മൾ പിടിച്ചാൽ ഹോപ്പെല്ലാം ഓടുന്ന വഴി ബ്രേക്ക്, അച്ഛാ ബ്രേക്ക് കിട്ടുന്നില്ല അച്ഛാ, പോവും എന്ന് പറയുന്നതന്നെ പറയും, എടാ അതിൻ്റെ ഇപ്പുറത്തൊരു സാധനം കൊണ്ട് ചാവ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല, പമ്പ് ചെയ്ത് ചവിട്ടണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, അന്ന് പണ്ടത്തെ കാലത്തെ വണ്ടിയാണ്. 2 പ്രാവശ്യം പുഷ് ചെയ്ത് ചവിട്ടിയാലേ അതിൻ്റെ ബ്രേക്ക് കിട്ടത്തുള്ളൂ പഴയ വണ്ടിയുടെ. അന്നേരം പമ്പ് ചെയ്ത് ചവിട്ടാൻ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം വെച്ച് കഴിഞ്ഞാൽ, ചില വിഷയങ്ങൾ നമ്മൾ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾക്കൊരു വഴി ഉള്ളതുപോലെ ഈ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, ആശയ്ക്ക് വകയുണ്ട്, നിങ്ങൾ നിരാശപ്പെട്ട് പിന്മാറേണ്ട ആവശ്യമില്ല. കാര്യം ഇവർക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, വി കൺഫസ്ഡ്, അത് 1-ാം വാക്യത്തിൽ നമ്മളെങ്ങനെ വായിക്കുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും, അവര് ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവമക്കളായ വ്യക്തികളാണ്. അവരെയാണ് പോലും സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. അവര് പറയുക, ഇപ്പൊ ഞങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയില്ല, പ്രതിസന്ധി വന്നു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ളൊരു ചിന്ത അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള അവസ്ഥകളിൽ പ്രതീക്ഷയുടെ വഴി അടഞ്ഞ്, പ്രത്യാശയുടെ വഴി അടഞ്ഞ് നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലവും നമ്മളെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ മതിയായ ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. We have to look firmly unto him. അവനെ നമ്മൾ സൂക്ഷിച്ചു നോക്കണം. എന്നിട്ട് പറയുകയാണ്, ഈ പ്രത്യാശ, ഞാൻ പറഞ്ഞ വാക്യം അവരോട് പറയുകയാണ്, ഈ അവര് സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു, ആ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി, താൻ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ സ്വീകരിച്ചു പറഞ്ഞു എന്നതുകൊണ്ട് അവസാനിക്കുന്നതല്ല.
പല ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ വിഷയം ഞാൻ മുമ്പോട്ട് വരുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആത്മീയ ജീവിതത്തിന് തുടക്കമിട്ടതുകൊണ്ടും ഞാൻ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ടും, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്നാ, അല്ലേ? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. ഈ കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം ഒന്ന് വായിക്കണേ. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 അതിൻ്റെ 6-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇതേ വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രമാണ്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 ഞാൻ തന്നെ വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പിൻ. ഈ ജനം യേശുവിനെ സ്വീകരിച്ചവർ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ വായിച്ച വാക്യത്തിലും എന്താ വായിക്കുന്നത്? സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ കർത്താവിനെ സ്വീകരിച്ചവരാണ്, ദൈവമക്കളാണ് അവര്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവർ ദൈവമക്കളല്ല, ക്രിസ്തുവിലേക്ക് അറിയാൻ വേണ്ടി വന്നവർ മാത്രമാണെന്നുള്ള ചില തിയോളജികളൊക്കെ പറയുന്നുണ്ട്. അത് 100% തെറ്റാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ അവർ യേശുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രിസർവ് അൺടു ദ എൻഡ്, അവസാനം വരെ ക്രിസ്ത്യ ജീവിതം മുറുകെ പിടിക്കണം. അതായത് ഇൻ കേസ് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മുറുകെ പിടിക്കുന്നത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടുവാനും തെറ്റിപ്പോകുവാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ലേഖനകർത്താവ് ഇവിടെ വിശദീകരിച്ചത്. എന്നിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ എന്താണ് മുറുകെ പിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് മുറുകെ പിടിക്കേണ്ടത്? ഹോപ്പ്. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നാം അവസാനത്തോളം മുറുകെ പിടിക്കണം. അതായത് നമ്മളോട് പറയുകയാണ്, വി ഹോൾഡ് ഫാസ്റ്റ് അവർ ഹോപ്പ്. നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ മുറുകെ പിടിക്കണം. ആ പ്രത്യാശയ്ക്ക് തടങ്ങിയിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്, അതിവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാക്യത്തിൽ പറയുമ്പോൾ ഈ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ തോന്നുന്നു. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു വാക്ക് അവിടെ കൊണ്ട്, ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്. അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മൾ മുറുകെ പിടിക്കുന്നു എങ്കിൽ. മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുറുകെ പിടിച്ചു കൊണ്ടാൽ. നമ്മൾ ഇഫ് വി ഡു നോട്ട് ഹോൾഡ് ഫാസ്റ്റ് ആണെങ്കിലോ, മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ അർത്ഥം. ഈഫ് ഒരു കണ്ടീഷൻ പറയുകയാണ് അവിടെ. ഞാൻ പറഞ്ഞു 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവിടെയും ഒരു ഈഫ് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ഫോർ വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ കോൺഫിഡൻസ് ഫെയിം അൺടു ദ എൻഡ്. അതായത് നമുക്ക് ലഭിച്ച, മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ, ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്. ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് നമുക്കൊരു ആത്മീയ സത്യം മനസ്സിലാക്കേണ്ട വിഷയം ഉള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ POC ബൈബിളിൽ ഈ 6-ാം വാക്യം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ഇച്ചിരൂടെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാകും. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനത്തോളം നാം മുറുകെ പിടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യാശയാലുള്ള ആത്മധൈര്യവും അഭിമാനവും നാം അവസാനത്തോടെ മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ഇതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഇവിടെ ഈഫ് എന്ന് പറഞ്ഞിട്ട് പറയുക, നാം അവൻ്റെ ഭവനമാകും. ഞാൻ അതിന് ഉദാഹരണം പറയാം. നമ്മൾ പറയുന്നത്, ഒരുവൻ ദൈവത്തിൻ്റെ മകനായാൽ ഉടനെ എന്ത് ചെയ്യും? അവൻ ദൈവത്തിൻ്റെ സഭയുടെ അംഗമാകും, അല്ലെങ്കിൽ അവൻ സഭയോട് ചേർത്ത് പണിയപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കണ്ടീഷൻ ചേർത്തിട്ട് അതേ കാര്യം പറയുക, നാം അവൻ്റെ ഭവനമാകണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഹോൾഡ് ഫാസ്റ്റ് ദ ഹോപ്പ്. നമുക്ക് തന്നിരിക്കുന്ന ആ പ്രത്യാശ, ഇംഗ്ലീഷ് ഇഫ് യു ഹോൾഡ് ഫാസ്റ്റ് അവർ ബോൾഡ്നെസ് ആൻഡ് ഗ്ലോറിഫൈങ് ഓഫ് അവർ ഹോപ്പ്. പ്രത്യാശയുടെ ആ ഉറപ്പും ധൈര്യവും നമ്മൾ മുറുകെ പിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഭവനത്തിൻ്റെ
അവകാശിയാകത്തുള്ളൂ, അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പങ്കാളിയാകുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ 14-ാം വാക്യത്തിൽ വായിക്കുമ്പം നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ആ 14-ാം വാക്യം നമ്മൾ വായിച്ചത്, അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഫോർ വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അവൻ്റെ പങ്കാളികളാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഹരിക്കാരാകുന്നത് എപ്പോഴാ? അവിടെ പറയുന്നു ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്. ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ രണ്ട് വിഷയം ശ്രദ്ധിക്കണം. 1-ാം വാക്യത്തിൽ എന്താ വിളിച്ചത്? നമ്മളെ ഇൻവൈറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ഉള്ളവരെ എന്നാ പറയുന്നത്. ഓഹരിക്കാരായവരെ എന്നല്ല പറയുന്നത്. ഓഹരിക്കാരായി ഉള്ളവരെ അവരോട് പറയുക, നിങ്ങൾ ഈ ഓഹരിക്ക് പാർട്ടേക്കേഴ്സ് ആകണമെങ്കിൽ നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് അൺ ടു ദ എൻഡ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അവസാനത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്ത്യ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്രിസ്ത്യ ജീവിതം വേണം. ഇവിടെ നമുക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട്? അന്നേരം ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ദൈവമകനാകുന്നു. പക്ഷേ അവൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത് അവൻ ഈ വിശ്വാസം, ഈ ഹോപ്പ്, നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. ഈ ഹോപ്പ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഫെയ്ത്ത് ഇല്ല. വിശ്വാസത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു പാട്ടാണ് ഹോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ, വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും, അവിടെ ഹോപ്പെന്ന് നമ്മൾ പറയുന്നത് പ്രത്യാശയുടെ ഉറപ്പെന്ന് അതിൻ്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യാശ ഇല്ലെങ്കിൽ വിശ്വാസമില്ല. ഇവിടെ പറയാം, നമ്മുടെ ആ വിശ്വാസം ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം. ഹോപ്പ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം അവസാനത്തോളം. അന്നേരം അതായത് ഈ ദൈവവചനം എപ്പോഴും ഞാനൊരു കാര്യം പറയാം, തുടരുക. നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യുക, നമ്മൾ പ്രിസർവ് ചെയ്യുക. ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ആ വചനം. ഞാൻ യേശുവിൽ വിശ്വസിച്ചു, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വർഗത്തിൽ പൊക്കോളും എന്ന് പറയുന്ന ക്രിസ്ത്യ ജീവിതമല്ല എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുന്നത്. അതായത് നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസ് രക്ഷയ്ക്കുള്ളതുപോലെ ഞാൻ മനസ്സിലാക്കിയാൽ ഒരു കാര്യം, ദൈവവചനം പറയുന്ന പല സത്യങ്ങളും അതിൻ്റെ തുടക്കം മാത്രം ആരംഭിക്കും, അവസാനം എന്ന് പറയുന്നത് അത് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് അവസാനം വരെ വരുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണമാകുന്നത്. ഇന്ന് രാത്രികാലം നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിപ്പോകും. യേശു കർത്താവ് പലപ്പോഴും പറയുമ്പോഴും ഈ തുടരുക, ഹോൾഡ് ഫാസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക, ഇതൊക്കെ പലപ്പോഴും തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചോ, എന്നാൽ ഇനി കുഴപ്പമില്ല, അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ വിശ്വാസത്തിൽ ഈ ഫെയ്ത്ത് എന്നുള്ള പെസ്റ്റിസ് എന്നുള്ള ഗ്രീക്ക് ഭാഷയ്ക്ക്, ആ വേർഡിന് ഈവനൊരു കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അതായത് വിശ്വാസം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ വിശ്വസിച്ചു, അത് പാസ്സായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുമെന്നുള്ള നിലയിൽ ആണ് ഈ വാക്ക് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ എന്തെങ്കിലും വിശ്വസിച്ചത് കൊണ്ട് തീരുകയല്ല നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ വിശ്വാസത്തിൽ തുടങ്ങിയ 1-ന്റെ അവസാന 16-ാം വാക്യത്തിൽ പറയുമ്പോഴാണ് തോന്നുന്നു, വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഈ തുടരുക എന്നുള്ളത് വളരെ അത്യാവശ്യം. നമ്മൾ വായിച്ച 2 വാക്യവും കണ്ടീഷണലാണ്. 14-ാം വാക്യവും 6-ാം വാക്യവും. If we hold fast, then we are going to be the partakers. If we hold fast, we are going to be his house. അവൻ്റെ ഭവനമായി തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവമകനായി, ഇനി എനിക്കിതിനകത്ത് വിഷയമൊന്നുമില്ല, ഇനിയും സ്നാനപ്പെട്ടു, സഭയിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്, അതല്ല വിഷയം. മറിച്ച് നമുക്ക് നമ്മുടെ പ്രത്യാശ മുറുകെ പിടിക്കാനുള്ള കടമ നമുക്കുണ്ട്. നമുക്ക് 2 വാക്യങ്ങൾ കൂടെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം ഒന്നെടുക്കുക, 8-ാം അധ്യായത്തിന് യോഹന്നാന്റെ സുവിശേഷം, ജോൺസ് ഗോസ്പൽ വാക്യം നമുക്ക് എടുക്കാം. എല്ലാവരും എടുക്കാവുന്ന ജോൺസ് ഗോസ്പൽ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 അതിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു,
എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. മതി. നമുക്കിവിടെ കാണാൻ സാധിക്കും, ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്ത് ചെയ്യും? സ്വതന്ത്ര. എങ്ങനാ? എൻ്റെ വചനത്തിൽ നിങ്ങൾ ഒരിക്കൽ വിശ്വസിച്ചുകൊണ്ടെന്നല്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ, അതിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അന്നേരം തുടരുക, നമ്മൾ സഹിച്ചു നിൽക്കുക, അവസാനത്തോളം ഹോൾഡ് ഫാസ്റ്റ് ചെയ്യുക. ഇതൊക്കെ തിരുവചനത്തിലെ സത്യമാണ്. അല്ലാതെ ഒരിക്കൽ ഞാൻ യേശുവിനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എൻ്റെ ക്രിസ്ത്യ ജീവിതം അവസാനിക്കുകയല്ല, അത് തുടക്കം മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു മാരത്തൺ ഓട്ടമാണ്. വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, വി ഹാവ് ടു റൺ ദിസ് അണ്ടിൽ ദ എൻഡ്. ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോയാൽ വി കനോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. നമുക്കതിൻ്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇതാ തിരുവചനം പറയുന്ന മൊത്തത്തിലുള്ള സത്യം. നമ്മളത് മറന്നുപോകല്ലേ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ എടുക്കേണ്ട, 10-ാം അധ്യായത്തിൽ സമയമില്ലാത്തതുകൊണ്ട് 22-ാം വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ബട്ട് ഹി ദാറ്റ് എൻഡ്യൂറത്ത് ടു ദ എൻഡ് ദ സെയിം ഷാൽ ബി സേവ്ഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതിന് ഒരു വലിയ വിലയുണ്ട്. കണ്ടിന്യൂ ടിൽ ദ എൻഡ്. ഒരിക്കൽ നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കപ്പെട്ട വിശ്വാസം, ആ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യാശ ഇല്ലാത്ത അവസ്ഥകൾ കടന്നു വരാം. പക്ഷേ നമുക്ക് പിടിക്കുവാൻ വേണ്ടി ഒരു കച്ചിത്തുരുമ്പുണ്ടെന്ന് പറയുന്നത് പോലെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ലുക്ക് അൺ ടു ജീസസ്, യേശുവിലേക്ക് നോക്കുന്നെങ്കിൽ നമ്മൾ വാക്യത്തിൽ വായിച്ചതുപോലെ ഒരു പ്രത്യാശ നമുക്ക് അവിടെ ഉണ്ട്. അതിനകത്തൊരു ബോൾഡ്നെസ് ഉണ്ട്. അത് നമ്മൾ മുറുകെ പിടിച്ച് അവസാനത്തോളം പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ഭവനമായി തീരുമെന്ന് യേശു കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 24:13 പറയുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ വചനം എടുക്കേണ്ട, വേറെ എടുക്കേണ്ട ഒരു വാക്യം കൂടെ പറയാം. കൊലോസ്യ ലേഖനത്തിൽ ഇതേ ഭാഗം തന്നെയുണ്ട്. കൊലോഷ്യൻസ് ചാപ്റ്റർ 1, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമുക്കിതേ വേദഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റും. 1:23 ഒന്ന് വായിക്കാം. ആത്മാവിന് കീഴിൽ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ. ഇവിടെ ശ്രദ്ധിക്കണം, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെയാ ശ്രദ്ധിക്കുന്നത്? ഒരിക്കൽ ദൈവമകൻ ആയകൊണ്ട് നിൽക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറയുന്നത്? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യില്ലേ? ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്താൽ എന്ത് ചെയ്യണം? നിലകൊണ്ടാൽ. യു കണ്ടിന്യൂ ഇൻ ദാറ്റ് ഹോപ്പ്. ആ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അവസാനത്തോളം നിൽക്കണമെന്നാ പറയുന്നത്. ഒറ്റ വാക്കുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, ഞാൻ യേശുവിനെ കൈപൊക്കി രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ അവസാനത്തോളം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് അണ്ടിൽ ദ എൻഡ്, കണ്ടിന്യൂ ചെയ്യുക, തുടരുക എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ ചില ആൾക്കാർ പറഞ്ഞ പോലെ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറയുന്ന ചില തിയോളജികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ആ തിയോളജിയൊക്കെ ഒരു സൈഡിൽ ഇരിക്കും. എന്നാൽ ദൈവവചനം പറയുകയാണ്, നീ ദൈവമകനായി തീർന്നാൽ നിനക്ക് ലഭിച്ച വിശ്വാസം, അതിനകത്തുള്ള പ്രത്യാശ നീ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം അണ്ടിൽ ദ എൻഡ്. അങ്ങനെ നിനക്ക് ലഭിച്ച പ്രത്യാശ, സാൽവേഷൻ. ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു പറയാനിടയായി. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെ ചെല്ലുന്ന ഒരു വ്യക്തി അവൻ സ്വീകരിച്ച വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കുന്നവനാണെന്ന്. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നവൻ, അവൻ എന്തോ കണ്ടു കയറി വന്നവൻ ഇടയ്ക്ക് പോകുന്നവനാ. എന്നാൽ അവൻ ലഭിച്ച വിശ്വാസം യഥാർത്ഥ ഫെയ്ത്ത് ആണെങ്കിൽ അത് അവസാനത്തോളം അവൻ കണ്ടിന്യൂ ചെയ്യും. ഞാൻ വേറെ സത്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രികാലം പറയും. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ദൈവസഭയുടെ
പണിക്കകത്തൊരു അംഗമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറഞ്ഞ വാക്യം 6-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസം ഉറച്ചു പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ ഭവനമാകും. എന്നാൽ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളതുപോലെ 1-ാം വാക്യത്തിൽ വായിച്ചു, നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അത് കേട്ടാൽ നമ്മൾ ഓഹരിക്കാരാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ വായിച്ചു 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ്, നമ്മൾ അവസാനത്തോളം ആ കോൺഫിഡൻസ് പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പങ്കാളികളാവും. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുക, ഒന്ന് അവൻ നീ വിളിക്ക് ഓഹരിക്കാരനാ. എന്തിനാ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാ. ഈ സ്വർഗീയ വിളിയുടെ ഓഹരി പൂർത്തിയാകുന്നപ്പോഴാ, ഇഫ് യു ഹോൾഡ് ഫാസ്റ്റ്, അവസാനത്തോളം നീ മുറുകെ പിടിച്ചുകൊണ്ടാൽ, യു ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളി. ഇതെങ്ങനെ യോജിക്കുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നമുക്കിപ്പോ പെട്ടെന്ന് 10 കോടിയുടെ ലോട്ടറി അടിച്ചു. ഒരാൾ പറയാന്ന് വിചാരിച്ചു, 10 കോടിയുടെ ലോട്ടറി അടിച്ചു. ആ ലോട്ടറി ടിക്കറ്റ് പോക്കറ്റിൽ വെച്ചോണ്ട് നടന്നിട്ട് പറയാ, ഞാൻ 10 കോടിയുടെ അവകാശിയാ. ശരിയല്ലേ? അതെ, 10 കോടിയുടെ അവകാശിയാന്ന് ലോട്ടറി ടിക്കറ്റ് പോക്കറ്റിൽ വെച്ച് നടന്നുകൊണ്ട് അവന് 10 കോടി അവന് ലഭിക്കുന്നില്ല. അതായത് അവനത് എൻകാഷ് ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആക്കുന്നത് വരെ, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത് വരെ അവന് പേരിന് പറയാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. ഒരു റോഡ് സൈഡിൽ ഇരുന്ന ഒരു ദരിദ്രനാണെന്ന് വിചാരിക്കുക, ഒരു ഭിക്ഷക്കാരനാണെന്ന് വിചാരിക്കുക. അവൻ ഈ ലോട്ടറി കിട്ടി, അവൻ ലോട്ടറി അടിച്ചു. ലോട്ടറി പോക്കറ്റിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ കാര്യമൊന്നും ക്രമീകരിക്കപ്പെടത്തില്ല. ലോട്ടറി അടിച്ചുകൊണ്ട് അവന് സമ്പത്തുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത്, ഒന്ന് പൊസിഷനലി അവൻ കോടിപതിയായെന്ന് പേപ്പറുകാരെഴുതും. അന്നേരം എഴുതിയ ഭിക്ഷക്കാരൻ കോടിപതിയായി എന്ന് പറഞ്ഞ് അവൻ ആ ലോട്ടറി ടിക്കറ്റ് പോക്കറ്റ് വെച്ചോണ്ട് ആ വഴി ഇരുന്നാൽ അവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഭിക്ഷക്കാരൻ തന്നെ ആയിരിക്കും. എന്നാൽ തനിക്ക് ലഭിച്ച പൊസിഷൻ, അതായത് കോടിപതി എന്നുള്ള പൊസിഷൻ, അവൻ കോടിപതി ആകണമെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ കടന്നു വരണം. ഇതാ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നമ്മൾ ക്രിസ്തുവിനെ പങ്കാളികളാണോ ആയിരിക്കും എന്നുള്ളത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഇറ്റ് കംസ് ഇൻ ടു ദ പ്രാക്ടിക്കൽ, പ്രായോഗിക തലത്തിൽ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവൻ്റെ പാർട്ടേക്കേഴ്സ് ആകുന്നത്, പങ്കാളിയായി തീരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. എഫേസ്യ ലേഖനം നമുക്ക് വളരെ പരിചയമുള്ള 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് എവിടെ നിന്നിരിക്കുന്നു? കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാനിടയായി, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. അത് പൊസിഷനിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്നല്ല, ഞാനിപ്പോഴും ഇവിടുത്തെ കസാരയിലായിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത്, നമ്മളെ പൊസിഷനലി നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. പ്രാക്ടിക്കലി നമ്മൾ അതുപോലെ ഇരിക്കും, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം. പൗലോസ് എന്താ പറഞ്ഞത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആകണമെന്ന് ആഗ്രഹിക്കുക. അത് പ്രാക്ടിക്കൽ തലത്തിലാകുന്നതാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് പൊസിഷണൽ തലത്തിൽ നിന്ന് പ്രാക്ടിക്കൽ തലത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള നമ്മൾ ആ വിഷയത്തെ ഹോൾഡ് ചെയ്ത് അന്ത്യം വരെ നിൽക്കണം. നമ്മൾ പിൻവാങ്ങി പോകരുത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ വെറുതെ നമ്മളെ തള്ളിക്കളയുന്നതല്ല ദൈവം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ത്യം വരെ നിൽക്കാൻ വേണ്ടിയുള്ള പിടിവള്ളിയെല്ലാം തന്നിട്ട് വിടുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അതുപോലെ നമ്മൾ പറയും, നമ്മളെന്ത് ചെയ്തു? നമ്മളെ ക്രിസ്തു ഒരുവൻ ദൈവമകനായാലും അവൻ വിശുദ്ധൻ എന്ന് വിളിക്കും. പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെയും വിളിച്ചിരിക്കുന്നത് എന്താ? ആ കൊരിന്ത്യയിലെ വിശ്വാസികളെ എന്നാ. അവിടെ എല്ലാവിധ വൃത്തികേടും ചെയ്യുന്നവന്മാരുണ്ടായിരുന്നു. അവിടെ നമുക്ക് വചനം അറിയാമല്ലോ നിങ്ങൾക്ക്. അവരെയും വിശുദ്ധനെന്നാ വിളിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പൊസിഷനിലിയാ. എന്നാൽ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിനെന്ന് വിശുദ്ധന്മാരോട് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിശുദ്ധിയുണ്ട്. അതായത് നമ്മൾ വി ഹാവ് ടു അറ്റൈൻ ദാറ്റ്. എങ്ങനെയാ? കൃപയാൽ ക്രിസ്തുവേശുവിൽ കൂടെ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക വിശുദ്ധി വെളിപ്പെട്ടു വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതം പൊസിഷനിലി ഉള്ള കാര്യം കൊണ്ട് അല്ല, മറിച്ച് പ്രായോഗിക തലത്തിൽ അത് വെളിപ്പെട്ടു വരണം. സമയം വളരെ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ ആയി പോവും. അതുകൊണ്ട് ഇവരുടെ പ്രത്യാശ ഞാൻ പറഞ്ഞതുപോലെ ഇവരോട് പറയുകയാണ്. ഞാൻ 6-ാം വാക്യത്തിലേക്ക് തിരികെ വരാം. ഇവരോട് പറയുന്നു, നിങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവിങ്കലായിരിക്കണം. നമുക്ക് വേണ്ടി ഈ ഒരു മനുഷ്യനായി ഏകജാതനായവൻ ആദ്യജാതനായി നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അവൻ മനുഷ്യനായി
അവനുള്ള പ്രത്യാശയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്ത്യ ജീവിതം നയിപ്പിക്കുന്നത് അവൻ്റെ പ്രത്യാശയാണ്. പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നുണ്ട്, പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ, ദുഃഖിക്കരുത്. അതുകൊണ്ട് ഈ പ്രത്യാശ നമുക്കൊരു ധൈര്യം തരും. അത് നമ്മൾ അവസാനത്തോളം മുറുകെ പിടിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോഴും താൻ പ്രത്യാശ കൈവിട്ടില്ല. ഭാര്യ തന്നെ തള്ളിക്കളയുമ്പോഴും പ്രത്യാശ കൈവിട്ടില്ല. താൻ ഇങ്ങനെ പറഞ്ഞു, ഇയ്യോബിന്റെ പുസ്തകം 27:6 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവസാനം ഞാൻ പൊടിമേൽ നിൽക്കും, ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഇതാണ് പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നവന്റെ വ്യത്യാസം. ഇല്ലാത്തവന്റെ വ്യത്യാസം എന്തോ, അവന്റെ ഭാര്യ പറഞ്ഞ പോലെ നീ തള്ളി പറഞ്ഞ നീ പോയി ആത്മഹത്യ ചത്തു കളയാൻ പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രത്യേകത. ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ മുമ്പോട്ട് പോട്ടെ, നമുക്ക് തിരികെ വരാം. ഞാൻ എബ്രായ ലേഖനം അതിൻ്റെ 7-ാം വാക്യത്തിൽ 6-ാം വാക്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മളോട് പറയുക, വളരെ തീർച്ചയായിട്ടുള്ളൊരു മുന്നറിയിപ്പ് അവിടെ നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമുക്കുമുള്ള മുന്നറിയിപ്പാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് എങ്ങനെയെങ്കിലും ആയിരിക്കാം, ഞാൻ വിശുദ്ധനാണ്, എങ്ങനെയെങ്കിലും പോകാം, ഞാൻ പാർട്ടേക്കറാണ്, അവൻ്റെ കൂട്ടത്തിൽ പങ്കാളിയാണ്, എനിക്കിഷ്ടം പോലെ ജീവിക്കാം. അതല്ല, ഇതല്ല. ഇതിന് പ്രായോഗിക പൊസിഷനലി ഒരു സത്യമുള്ളപ്പോൾ തന്നെ പ്രാക്ടിക്കൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. അതിന് വചനം പറഞ്ഞ പോലെ ഈഫ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. കാര്യം നമ്മൾ പരിപൂർണമായി, ഞാൻ ഒരു കാര്യം കൂടെ അതിനിടയ്ക്ക് പറയാം, സമയം പോയാലും സാരമില്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഈ വിശ്വാസത്തിനകത്ത് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവം ചെയ്തെടുക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല, നമ്മൾ ദൈവത്തോട് വി അബൈഡ് ഇൻ ഹിം, അവനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഹി വിൽ ഫുൾഫിൽ ദ തിങ്. നിങ്ങൾ ഒരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ എന്ത് ചെയ്യും, അവസാനത്തോളം അത് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം പറയാം, ഇതാണ് ഒരു വിശുദ്ധന്റെ പ്രത്യാശ. പ്രതിസന്ധി ഇല്ലെന്നോ പ്രശ്നങ്ങളില്ലെന്നോ തകർച്ചയില്ലെന്നോ അല്ല, അതിനപ്പുറമായിട്ട് തക്ക സമയത്ത് അവനത് നിവർത്തിക്കുന്ന ദൈവമാണെന്ന് നമുക്കൊരു വിശ്വാസം വേണം. നമുക്കിതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വായിക്കാം. ഇനി അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ തന്നെ സമയമില്ല, നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെ 7-ാം വാക്യം തുടങ്ങുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ therefore, ഇംഗ്ലീഷിൽ പറഞ്ഞേക്ക് എന്താ, therefore even as the Holy Spirit saith. പരിശുദ്ധാത്മാവ് ഇതുവരെ ലേഖനകർത്താവ് പറഞ്ഞിട്ട് ഈ അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, എന്തുകൊണ്ട്? അതിന് തൊട്ട് പുറകിലത്തെ വാക്യം വരും. ഒരു ദൈവാസൻ ഇങ്ങനെ പറയുന്നു, ഈ അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ പിന്നീട് പറയുകയാണ്. അതുകൊണ്ടെന്ന് പറയുമ്പം പുറകിൽ നടന്ന കാര്യത്തിനും ആപ്ലിക്കബിൾ ആണ്, മുമ്പോട്ടുള്ള കാര്യത്തിനും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആയിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, പണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അവനോട് പറയുകയാണ്, അതായത് നിങ്ങൾ ഈ ക്രിസ്തുവിങ്കലേക്ക് നോക്കിയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനത്തോളം ഉറച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ല, നിങ്ങൾ അങ്ങനെ ഉറച്ചു നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുക, ഈ ലേഖനകർത്താവ് പറയുമ്പോൾ ഈ എബ്രായ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് താൻ പെട്ടെന്ന് എബ്രായ വിശ്വാസികളുടെ കയ്യിലുള്ള ആ പഴയ നിയമ പുസ്തകമായ സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം എടുത്തിട്ട് താൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ മാത്രമല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതുകൊണ്ട് ആരരുളി ചെയ്യുന്നുണ്ട്? പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനകർത്താവ് എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവിനെയും കൂടെ എടുത്തിട്ടിട്ട് അവരോട് പറയാം, ഈ പറയുന്നത് ട്രൂത്താണ്. ഞാൻ ഇന്ന് പറയാം, അവസാനത്തോളം നമുക്ക് നിൽക്കുവാനുള്ള പിടിവള്ളി നമുക്കുണ്ട്. അത് ദൈവമായ മനുഷ്യനായ, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായ, നമുക്ക് വേണ്ടി അപ്പോസ്തലനായ ഒരുവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്നെങ്കിൽ നമുക്കൊരു പിടിവള്ളിയുണ്ട് ക്രിസ്തീയ ജീവിതത്തിന്. അത് പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുക. അതുപോലെ പിടിവള്ളി ഇല്ലാതെ പോയ ചിലരുടെ അനുഭവം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറിപ്പോകരുന്നുള്ള മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് കൊടുക്കുക. നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേച്ചു പോകാം. ഈ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് ഉള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് ഏത് സങ്കീർത്തനമാണ് എടുക്കുക? നമുക്കറിയാം, ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള സങ്കീർത്തനമാണ് 95-ാം സങ്കീർത്തനം, അല്ലേ? 95-ാം സങ്കീർത്തനത്തിന്റെ അവിടെ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ കോട്ട് ചെയ്തിരിക്കുക.
ലേഖനകർത്താവ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ 95-ാം സങ്കീർത്തനം ഇത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും, ഓ പഴയ നിയമമൊക്കെ യഹൂദനുള്ള നമുക്ക് വേണ്ട, അല്ലെങ്കിൽ പഴയ നിയമമൊക്കെ കീറിക്കളയണമെന്ന് പറയുന്ന ആൾക്കാരുള്ള കാലത്താണ്. എബ്രായ ലേഖനകർത്താവ് പറയുക എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവാണ് അത് അരുളി ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനൊരു എഴുത്തുകാരനുണ്ട്. ആരാ എഴുത്തുകാരൻ? ഞാൻ പറഞ്ഞു, എഴുത്തുകാരൻ ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവെന്ന് 95-ാം സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ ദാവീദാന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വാക്യം 4-ാം അധ്യായത്തിൻ്റെ നമുക്കറിയാവുന്ന വാക്യം 4-ാം അധ്യായത്തിൻ്റെ അവിടെ പറയുന്നുണ്ട് എന്ന് ദാവീദ് എഴുതിയിരിക്കുന്ന പോലെ പറയുന്നുണ്ട് വാക്യം. 4-7 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. എബ്രായർ 4-7. ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ അതേ അടുത്ത അധ്യായത്തിൽ തന്നെ ലേഖനകർത്താവ് എന്താ പറയുന്നത്? ദാവീദ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞ അർത്ഥം, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെങ്കിലും അതിന് ഉള്ള ദൈവ നിശ്വസ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പറയുക പരിശുദ്ധാത്മാവാണ് അത് അരുളി ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇത് ദൈവനിയോഗമായി ആത്മനിയോഗമായി ലഭിച്ചതാണ്. അതുപോലെ തിമോത്തിയോസിനോട് പറയുമ്പോൾ നീ ബാല്യകാലം മുതൽ കേട്ട ഈ വചനം ദൈവനിയോഗപ്രകാരം ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഞാൻ വാക്യം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ താൻ അവരോട് പറയുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അവരോട് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രം അവരോട് ഹിസ്റ്ററി പറയുകയാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നോക്കിയിട്ട് പറയുകയാണ്. അതുകൊണ്ട് 1-ാം വാക്യത്തിൽ നമ്മൾ ഒന്നാമത് കേട്ടതുപോലെ തെറ്റി പോകാതിരിക്കാൻ ശ്രദ്ധയോടെ കരുതണം. രണ്ടാമത് പറയുകയാണ് നിങ്ങൾ വായിച്ചതുപോലെ ശ്രദ്ധയോടെ കർത്താവിങ്കലേക്ക് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവും. എൻഡിൽ അവസാനം വരെ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് പഠിക്കാനുള്ള സാവകാശമുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, സമയം തീർന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് താൻ എഴുതിയ അതേ കാര്യം പഴയ നിയമത്തിലെ പുസ്തകത്തിൽ നിന്ന് ദൈവാത്മാവ് ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വായിക്കുന്ന വചനം, ഈ പറയുന്ന വചനങ്ങൾക്ക് 95-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ അന്നത്തെ വ്യക്തികൾക്ക് മാത്രമല്ല അതിൻ്റെ വാല്യൂ ഉള്ളത്. എബ്രായ ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവ് പറയുക എബ്രായ സഭയോട് ഇത് നിങ്ങൾക്കും വാലിഡാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വചനം നമ്മക്കും വാലിഡാണ്. ഏത് കാലത്തേക്കും വാലിഡായിട്ടുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചിട്ടുണ്ടെ ഞാൻ ഒരാളോട് ഡിസ്കസ് ചെയ്തപ്പം അദ്ദേഹം ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാ പറഞ്ഞത് സഹോദരിമാരുടെ തലയിൽ തുണിയിടുന്ന വിഷയത്തെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തു. ഉടനെ പറഞ്ഞാൽ അത് കൊരിന്ത്യ സഭയ്ക്ക് മാത്രമുള്ള വിഷയമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലെന്ന്. എന്നാൽ ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞു, എന്തായാലും കോഴഞ്ചേരിക്കാർക്കില്ല, കൊരിന്ത്യർക്ക് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചില വിഷയങ്ങൾ ചില ആൾക്കാർ ചില വചനത്തെ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സങ്കീർത്തനത്തിൻ്റെ ഒന്നിൻ്റെയും ലേഖനത്തിൻ്റെ എബ്രായ ലേഖനം നമുക്കല്ല, ആർക്ക് എഴുതിയതാ? എബ്രായർക്ക് എഴുതിയതാ. കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയതാ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇത് എല്ലാ കാലത്തുമുള്ള എല്ലാവർക്കും ഒരുപോലെ വാലിഡാണ്. ഇതിലെ വാണിങ്സ്, ഇതിലെ സത്യങ്ങൾ നമുക്കെല്ലാവർക്കും ഈക്വലായിട്ട് വാലിഡാണ്. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിച്ചതുപോലെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഏത് കാലത്തേക്കും വാല്യൂ ഉള്ളതാണ്. ഈ വായിക്കുന്ന വചനം ഇന്ന് നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ വിശ്വാസികളുടെ പ്രതിസന്ധിയുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവസാനത്തോളം തങ്ങളുടെ വിശ്വാസം ഹോൾഡ് ഫാസ്റ്റ് ചെയ്യുവാനും ദൈവാത്മാവ് അവരെ, പരിശുദ്ധാത്മാവ് അവരെ പഴയ നിയമത്തിലെ വചനം എടുത്ത് ഉദ്ബോധിപ്പിക്കുന്നത് പോലെ നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ നിരാശയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രതിസന്ധിയിൽ കേൾക്കുന്നെങ്കിൽ, അവരോട് ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശുവിങ്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ തന്നെ അവസാനം വരുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവിനെ നോക്കുക എന്ന് വേറൊരു വാക്യം അവസാന ഭാഗത്തുണ്ട്.
അതുപോലെ തന്നെ ഇന്ന് രാത്രി നമ്മൾ പറയും അപ്പോസ്തലൻ സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും അത് മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതിനകത്തൊരു പ്രത്യാശ അടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ട് നമുക്ക് സഹായിപ്പാൻ മതിയായ